എല്ലാവർക്കും ഇൻസൈ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചത്ത പച്ച, വിലായത്ത് പുത എന്നീ സിനിമകൾ OTT റിലീസിന് തയ്യാറെടുക്കുകയാണ്. അതുൾപ്പെടെ ഏറ്റവും പുതിയ 22 സിനിമകളുടെ അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ ഇത്തരം സിനിമാ വാർത്തകൾ ഏറ്റവും ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഉണ്ണി ശിവലിംഗം സംവിധാനം ചെയ്ത് ആക്ഷൻ, കോമഡി, ഡ്രാമ, സ്പോർട്സ് ജോണറിൽ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്നും നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമയാണ് ബൾട്ടി. തിയേറ്ററിൽ നിന്നും വലിയൊരു വിജയം നേടാതെ പോയ ഈ ഷെയ്ൻനിഗം സിനിമയുടെ OTT അവകാശങ്ങളെല്ലാം ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. മനോരമ മാക്സ് സിനിമയുടെ OTT അവകാശങ്ങൾ ഒഫീഷ്യലായി സ്വന്തമാക്കിയെന്നാണ് റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ വരുന്ന ആഴ്ച ഫെബ്രുവരി 6-ന് അല്ലെങ്കിൽ ഫെബ്രുവരി 13-ന് ചിത്രം മനോരമ മാക്സ് വഴി OTT റിലീസ് ചെയ്യും. സന്ദീപ് റെഡ്ഡി വാങ്ക സംവിധാനം ചെയ്ത് പ്രഭാസ് നായകനായി വരാനിരിക്കുന്ന പാൻ ഇന്ത്യൻ ബ്രഹ്മാണ്ഡ സിനിമയാണ് സ്പിരിറ്റ്. ചിത്രത്തിന്റെ 2ാം ഘട്ട ഷൂട്ടിംഗ് ഇന്നു മുതൽ പുനരാരംഭിച്ചിട്ടുണ്ട്. 2025 നവംബർ മാസം ചിത്രത്തിന്റെ ആദ്യഘട്ട ഷൂട്ടിംഗ് ഹൈദരാബാദിൽ വെച്ച് ആരംഭിച്ചിരുന്നു. ഇപ്പോഴത്തെ ജനുവരി 31-ന്, അതായത് ഇന്നു മുതൽ ചിത്രത്തിന്റെ ഷൂട്ട് വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. 95 ദിവസത്തെ ഒരു ലോങ് ഷൂട്ടാണ് ചിത്രത്തിന് ഇനിയുള്ളത്. ചിത്രം 2027 മാർച്ച് 5-ന് ലോകമെമ്പാടുമായി തിയേറ്ററുകളിലേക്ക് എത്തും. മഹേന്ദ്ര, യഷ്മ, നേഹ എന്നിവരൊക്കെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രാകേഷ് മാധവൻ സംവിധാനം ചെയ്ത് തെലുഗു ഇൻഡസ്ട്രിയിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണല്ലോ നീലകാന്ത. തിയേറ്ററിൽ നിന്നും നല്ലൊരു അഭിപ്രായമാണ് ചിത്രത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞത്. ഇപ്പോഴത്തെ നീലകണ്ഠ മൂവി OTT റിലീസ് പ്ലാൻ ചെയ്യുകയാണ്. സൺനെക്സ്റ്റ് OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ തമിഴ്, തെലുഗു ഭാഷയിൽ വരുന്ന ആഴ്ച ഫെബ്രുവരി 6-ന് OTT റിലീസ് ആവും. നിവിൻ പോളി നായകനായി കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് ബേബി ഗേൾ. മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച സിനിമയുടെ 8 ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടെല്ലാം തന്നെ ഇപ്പോൾ പുറത്തുവന്നിരിക്കുകയാണ്. 14 കോടിയോളം രൂപ ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയ്ക്ക് ആദ്യ 8 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 2,70,00,000 രൂപയും ലോകമെമ്പാട് നിന്നും 4,95,00,000 രൂപയും മാത്രമാണ് ബേബി ഗേൾ കളക്ട് ചെയ്തിരിക്കുന്നത്. ഇതോടെ ചിത്രം തിയേറ്ററിൽ ഡിസാസ്റ്റർ സ്റ്റാറ്റസ് ഉറപ്പിച്ചു. ഇനി സിനിമയുടെ OTT അപ്ഡേറ്റ് പരിശോധിച്ചാൽ ഇതുവരെയും ചിത്രത്തിന്റെ OTT റൈറ്റ്സ് വിറ്റുപോയിട്ടില്ല. സോണിലിവുമായി സിനിമയുടെ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. കാത്തിരിക്കാം സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് പ്രഖ്യാപനത്തിനായി. ജിത്തു മാധവൻ സംവിധാനം ചെയ്ത് സൂര്യ നായകനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ തമിഴ് സിനിമയാണല്ലോ സൂര്യ 47. സൂര്യയ്ക്കൊപ്പം നസ്രിയ, നെസ്ലിൻ എന്നിവരും ഈ ചിത്രത്തിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ഇന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സജി ഗോപുവും ചിത്രത്തിൽ ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ടെന്നാണ്. സൂര്യ ഈ സിനിമയിൽ ഒരു പോലീസ് ഓഫീസറുടെ വേഷത്തിലായിരിക്കും എത്തുന്നത്. ശിവകാർത്തികേയൻ, ശ്രീലീല, ബേസിൽ ജോസഫ് എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തി. തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്നും പുറത്തിറങ്ങിയ പീരിയഡ് ഡ്രാമ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി സിനിമയാണ് പരാശക്തി. സുധാ കൊങ്കറ സംവിധാനം ചെയ്ത സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്നും അത്ര നല്ല അഭിപ്രായമല്ല ലഭിച്ചത്. ഇപ്പോഴത്തെ സിനിമയുടെ OTT അപ്ഡേറ്റുകളെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. നിലവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രം ഫെബ്രുവരി 7-ന് വരുന്ന ആഴ്ച C5 വഴി OTT റിലീസ് ചെയ്യുമെന്നാണ്. IMDbയിൽ 6.1 ആണ് സിനിമയുടെ റേറ്റിംഗ്. നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്ത് ദുൽഖർ നായകനായി മാസ് ആക്ഷൻ എന്റർടൈനർ ജോണറിൽ ഒരുങ്ങുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ അയൺ ഗെയിം. ക്രിക്കറ്റിന്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന സിനിമയിൽ ദുൽഖർ ഒരു ഗ്യാങ്സ്റ്ററുടെ വേഷത്തിലായിരിക്കും എത്തുക എന്നൊരു റിപ്പോർട്ടെല്ലാം തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ദുൽഖറിനൊപ്പം സിനിമയിൽ പെപ്പെ, ഖദിർ, ഖൈദി ലോഹർ എന്നിവരും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. അമ്പു അറിവ് ഫൈറ്റ് സീക്വൻസ് ഒരുക്കുന്ന സിനിമ വരുന്ന ഓണം റിലീസായി ഓഗസ്റ്റ് 20-ന് തിയേറ്ററുകളിലേക്ക് എത്തും. മാരുതി സംവിധാനം ചെയ്ത് പൊങ്കൽ റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തി പരാജയപ്പെട്ട ഏറ്റവും പുതിയ പ്രഭാസ് ചിത്രമാണ് രാജാ സാബ്. ഇപ്പോഴത്തെ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് തീയതി പ്രഖ്യാപനമെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് സിനിമയുടെ OTT അവകാശങ്ങൾ വാങ്ങിയിട്ടുള്ളത്. ഇനി ഈ സിനിമ ഇന്ന് OTT റിലീസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ വരുന്ന ആഴ്ച ഫെബ്രുവരി 6-ന് ജിയോ ഹോട്ട്സ്റ്റാർ വഴി മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി ഭാഷകളിൽ രാജാ സാബ് OTT റിലീസ് ചെയ്യും. റോഷാക്ക് എന്ന സിനിമയ്ക്ക് ശേഷം പൃഥ്വിരാജ് സുകുമാരനെ നായകനാക്കി നിസാം ബഷീർ സംവിധാനം ചെയ്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഐ നോബഡി. ചിത്രത്തിന്റെ വലിയൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. മോളിവുഡ് കണ്ടത്തിൽ വെച്ച് ഒരു വ്യത്യസ്ത സിനിമയായിട്ടാണ് ഐ നോബഡി ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ട്. പൃഥ്വിരാജ് അഭിനയിക്കുന്ന കഥാപാത്രം ഒരു മോഷ്ടാവിന്റെ രൂപത്തിലും വ്യത്യസ്ത ലുക്കിലുമായിരിക്കും എത്തുക എന്നും റിപ്പോർട്ടിൽ പറയുന്നു. പൃഥ്വിരാജിനൊപ്പം പാർവതി തിരുവോത്തും സിനിമയിൽ ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. ബിജു മേനോൻ, ജോജു ജോർജ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായി. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ വലതുവശത്തെ കള്ളൻ. ഇപ്പോഴത്തെ സിനിമയുടെ 2ാം ദിന ട്രാക്കിംഗ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യ ദിനം 90 ലക്ഷത്തോളം രൂപ കേരളത്തിൽ നിന്നും മാത്രം ചിത്രം നേടിയെടുത്തെങ്കിലും 2ാം ദിനം സിനിമയുടെ കളക്ഷനിൽ വലിയൊരു ഇടിവ് സംഭവിച്ചിരിക്കുകയാണ്.
70 ലക്ഷത്തോളം രൂപ മാത്രമാണ് സിനിമയുടെ രണ്ടാം ദിന കേരള ട്രാക്കിംഗ് കളക്ഷൻ. ഇനി വലതുവശത്ത് കള്ളൻ എന്ന സിനിമയോടൊപ്പം തിയേറ്ററുകളിലേക്ക് എത്തിയ പ്രകമ്പനം സിനിമയുടെ രണ്ടാം ദിന കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ ദിനം 40 ലക്ഷത്തോളം രൂപയായിരുന്നു സിനിമയുടെ കേരള കളക്ഷൻ എങ്കിൽ അത് രണ്ടാം ദിനം 80 ലക്ഷം രൂപയിലേക്ക് ഉയർന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അങ്ങനെ മൊത്തത്തിൽ ആദ്യ 2 ദിവസം കൊണ്ട് വലതുവശത്തെ കള്ളൻ 1,40 ലക്ഷം രൂപയും പ്രകമ്പനം 1,20 ലക്ഷം രൂപയുമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇതിൽ നിങ്ങളുടെ ഫേവറേറ്റ് സിനിമ ഏതെന്ന് താഴെയൊന്ന് കമന്റ് ചെയ്യുക. റോസ്ലിൻ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് ജിയോ ഹോട്ട്സ്റ്റാർ വഴി വരാനിരിക്കുന്ന ഏറ്റവും പുതിയ മലയാളം വെബ് സീരീസ് ആണ്. വിനീത്, മീന, അനിഷ്മ, അനിൽകുമാർ എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന വെബ് സീരീസിന്റെ കമ്മിങ് സൂൺ പോസ്റ്റർ ഹോട്ട്സ്റ്റാർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ഈ ത്രില്ലർ വെബ് സീരീസിന്റെ OTT റിലീസിനായാണ്. നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഫെബ്രുവരി പകുതിയോടെ റോസ്ലിൻ ജിയോ ഹോട്ട്സ്റ്റാർ വഴി മലയാളം ഉൾപ്പെടെ ഇന്ത്യൻ ഭാഷകളിൽ OTT പാൻ റിലീസ് ചെയ്യുമെന്നാണ്. ധനുഷ് നായകനായി രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്തു വരാനിരിക്കുന്ന ഏറ്റവും പുതിയ തമിഴ് സിനിമയാണല്ലോ D55. ഇപ്പോഴത്തെ സിനിമയുടെ വമ്പനർ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ധനുഷ് നായകനെത്തുന്ന സിനിമ ശ്രീലീല നായികാവേശത്തിലെത്തുന്നു എന്നൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും ധനുഷ് ശ്രീലീല കോംബോ തിയേറ്ററിൽ വാഴുമോ അതോ വീഴുമോ എന്ന് നമുക്ക് നോക്കി തന്നെ കാണാം. സൂപ്പർ സ്റ്റാർ രജനീകാന്ത്, കമൽഹാസൻ എന്നീ കോംബോയിൽ റെഡ് ജയൻസ് നിർമ്മിച്ച് വരാനിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ബ്രഹ്മാണ്ഡ സിനിമയാണ് തലൈവർ 173. ഈ സിനിമയുടെ സംവിധായകനായി ലോകേഷ് കനകരാജ് എത്തുന്നു എന്ന വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നു. എന്നാൽ ഈ ചിത്രത്തിൽ നിന്നും ലോകേഷിനെ പുറത്താക്കി എന്നൊരു വാർത്തയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതോടെ ലോകേഷിന് പകരം നെൽസൺ ആയിരിക്കും ഈ സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത്. നിലവിൽ ചിത്രീകരണം നടന്നുവരുന്ന ജയിലർ 2 എന്ന സിനിമയ്ക്ക് ശേഷമായിരിക്കും ഈ സിനിമയുടെ അപ്ഡേറ്റുകൾ പുറത്തുവരാൻ പോകുന്നത്. കണ്ണൻ രവി ഗ്രൂപ്പ്സിന്റെ ബാനറിൽ പ്രഭുദേവ വടിവേലു കോംബോയിൽ സാം റോഡ്രിഗസ് സംവിധാനം ചെയ്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ബാങ് ബാങ്. സിനിമയുടെ ടൈറ്റിൽ ടീസർ ഇപ്പോൾ നമുക്ക് യൂട്യൂബിൽ ലഭ്യമാണ്. ചിത്രം ഒരു മാസ് ആക്ഷൻ ഗാങ്സ്റ്റർ കാറ്റഗറിയിലായിരിക്കും തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. സർവാനന്ദ്, സംയുക്ത മേനൻ എന്നിവരൊക്കെ കേന്ദ്ര കഥാപാത്രമായി തെലുഗു ഇൻഡസ്ട്രിയിൽ നിന്നും ജനുവരി മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ തെലുഗു സിനിമയാണ് നാരി നാരി നടുമ മുറാറി. റാം അബരാജ് സംവിധാനം ചെയ്ത് തിയേറ്ററിൽ നിന്നും അത്യാവശ്യം നല്ലൊരു അഭിപ്രായം നേടിയെത്ത സിനിമ ഇപ്പോൾ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കിയെന്നും ഈ വരുന്ന ഫെബ്രുവരി 4 ചിത്രം ആമസോൺ പ്രൈം വീഡിയോസ് വഴി മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി ഭാഷകളിൽ OTT റിലീസ് ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. അനോമി അടുത്ത ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണ്. ചിത്രത്തിന്റെ ട്രെയിലർ ഇപ്പോൾ റിലീസായിരിക്കുകയാണ്. റഹ്മാൻ, ഭാവന, ദൃശ്യ തുടങ്ങിയവരൊക്കെ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന സിനിമയുടെ നല്ലൊരു ട്രെയിലർ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ആക്ഷൻ ത്രില്ലർ ജോണറിലാണ് ഈ സിനിമ എത്തുന്നതെന്ന് ഈ ട്രെയിലറിലൂടെ നമുക്കിവിടെ വ്യക്തമാണ്. കാത്തിരിക്കാം സിനിമയുടെ ആദ്യ അഭിപ്രായങ്ങൾ അറിയാനായി. ജഗൻ, ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് ദിലീപ് നായകനായി വരാനിരിക്കുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ D152. 52 ദിവസത്തെ ഷൂട്ടിങ്ങിന് ശേഷം ചിത്രം ഇപ്പോൾ പാക്കപ്പ് ആയിരിക്കുകയാണ്. ചിത്രം ഒരു സസ്പെൻസ് ത്രില്ലർ സിനിമയായാണ് ഒരുങ്ങുന്നതെന്ന് സംവിധായകൻ ജഗൻ കൈലാസ് അറിയിച്ചിരുന്നു. എന്നാൽ ദിലീപേട്ടൻ ഈ സിനിമയിൽ 2 വ്യത്യസ്ത ലുക്കിലായിരിക്കും എത്തുന്നത്. നിലവിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നു വരുന്ന സിനിമയുടെ ടൈറ്റിൽ പ്രഖ്യാപനം ഈ വരുന്ന ഫെബ്രുവരി മാസം ആദ്യ ആഴ്ചകളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. ദിലീപിനൊപ്പം വീണ നന്ദകുമാർ, സിദ്ദീഖ്, ബിനു പപ്പു, ഷാജോൻ തുടങ്ങിയവരും സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. വിനോദ് സംവിധാനം ചെയ്ത് വിജയ് നായകനെത്തുന്ന ജനനായകൻ സിനിമയുടെ റിലീസ് പ്രഖ്യാപനം ഇപ്പോൾ പുറത്തുവന്നിരിക്കുകയാണ്. നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ വരുന്ന ഫെബ്രുവരി മാസം ആദ്യ ആഴ്ചയോടെ സിനിമയുടെ സെൻസസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുമെന്നാണ്. അങ്ങനെ വന്നാൽ ചിത്രം ഫെബ്രുവരി 12 വാലന്റൈൻസ് ഡേ സ്പെഷ്യലായി ലോകമെമ്പാടുമായി തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും വിജയാരാധകരെ സംബന്ധിച്ച് ഇതൊരു സന്തോഷ വാർത്ത തന്നെയാണ്. ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് സുകുമാരൻ നായകനായി കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ വിലായത്ത് ബുദ്ധ. തിയേറ്ററിൽ പരാജയപ്പെട്ട സിനിമയുടെ OTT റിലീസിനായി നിരവധി ആരാധകരാണ് കാത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ സിനിമയുടെ OTT അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട് ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. വിലായത്ത് ബുദ്ധ എന്ന സിനിമയുടെ OTT അവകാശങ്ങൾ C5 ഇന്ത്യ വാങ്ങിക്കാനായി തയ്യാറെടുക്കുന്നു എന്നൊരു അപ്ഡേറ്റ് ആണ് നമുക്കറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ചിത്രം അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ C5 വഴി OTT റിലീസ് ചെയ്യും. ഫെബ്രുവരി 6 അല്ലെങ്കിൽ 13 എക്സ്പെക്റ്റഡ് ഡേറ്റ്. ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് ചത്ത പച്ച എന്ന സിനിമയെക്കുറിച്ചാണ്. അദ്വൈത് നായർ സംവിധാനം ചെയ്ത് അർജുൻ അശോകൻ, റോഷൻ മാത്യു എന്നിവർ തകർത്തഭിനയിച്ച ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ ചത്ത പച്ച. ആക്ഷൻ, ഡ്രാമ, ബോക്സിംഗ് വിഭാഗത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ ഇതുവരെയുള്ള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 31,42 ലക്ഷം രൂപയാണ് ചത്ത പച്ച ലോകമെമ്പാടും നിന്നും ഇതുവരെ കളക്ട് ചെയ്തിരിക്കുന്നത്.
12 കോടിയോളം രൂപ ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ തിയേറ്ററിൽ ഇതിനോടകം തന്നെ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയിട്ടുണ്ട്. ഇനി ചിത്രത്തിന്റെ OTT അപ്ഡേറ്റിലേക്ക് വന്നാൽ ജിയോ ഹോട്ട്സ്റ്റാർ സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കാനായി ഒരുങ്ങുന്നു എന്നൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഫെബ്രുവരി മാസം അവസാനത്തോടെ ചത്ത പച്ച ജിയോ ഹോട്ട്സ്റ്റാർ വഴി OTT റിലീസിനെത്തും.